വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 6-ാമത്തെ വാക്യം. The Gospel according to Saint John chapter 3 verse 6. ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. That which is born of the Spirit is spirit. ഇന്ന് വിശുദ്ധ മാമോദിസായെക്കുറിച്ച് ധ്യാനിക്കുന്നതായിട്ടുള്ള ദിവസമാണ്. കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടെ വളരുക എന്നുള്ള ദൂതാണ് ഇന്ന് നമുക്ക് ഗ്രഹിപ്പാനായിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മളുടെ സഭയിൽ അംഗീകരിക്കപ്പെട്ടതായിട്ടുള്ള 7 കൂദാശകളുണ്ട്. അതിൽ 2 ഡൊമിനിക്കൽ സാക്രമെൻറ്റ്സ് എന്നാണ് നാം പറയുന്നത്. കർത്താവ് ആജ്ഞാപിച്ചതുകൊണ്ട് നാം നിറവേറ്റുന്നതായുള്ള 2 കൂദാശകൾ. അത് ഒന്ന് വിശുദ്ധ മാമോദിസായും മറ്റേത് വിശുദ്ധ കുർബാനയുമാണ്. എല്ലാ വിശുദ്ധ മാമോദിസ ശുശ്രൂഷയിലും 2 ഭാഗങ്ങളുണ്ട്, അല്ലെങ്കിൽ 2 കൂദാശകളുണ്ട്. ഒന്ന് നാം കോൺസെൻട്രേറ്റ് ചെയ്തതായിട്ടുള്ള മാമോദിസ തൊട്ടിയിലെ വെള്ളത്തിൽ സ്നാനമേൽക്കുന്നതായിട്ടുള്ള സാഹചര്യം. രണ്ടാമത്തെ വിശുദ്ധ മൂറോനാൽ അഭിഷേകം ചെയ്യപ്പെടുന്നതായുള്ള സാഹചര്യം. ഈ വിശുദ്ധ മാമോദിസായിൽ പ്രധാനമായിട്ട് ദൈവസന്നിധിയിലും ദൈവജനത്തിന് മുമ്പാകെയും നാം പറയുന്നതായിട്ടുള്ള വിശ്വാസത്തിൻ്റേതായ വാക്കുകൾ, സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, യേശു മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നതാണ്. ശിശുസ്നാനത്തിലൂടെ സഭയുടെ അംഗത്വത്തിലേക്ക് പൈതങ്ങളെ ചേർക്കുന്നതായിട്ടുള്ള അവസരത്തിൽ അവർക്ക് വേണ്ടി വിശ്വാസം ഏറ്റു പറയുന്നത് ജ്ഞാനപിതാവോ ജ്ഞാനമാതാവോ മാതാപിതാക്കളും ഒക്കെ ആയിരിക്കും. ആ വിശ്വാസത്തിൽ അവരെ വളർത്തിക്കൊണ്ട് വരേണ്ടതായുള്ള ചുമതല വിശ്വാസ സമൂഹത്തിനുണ്ട് എന്ന് മനസ്സിലാക്കി അത് നിറവേറ്റുവാനായി ദൈവകരങ്ങൾ നമ്മെ തന്നെ സമർപ്പിക്കുന്നതായിട്ടുള്ള ഒരവസരം കൂടിയാണ്. ഇന്ന് ഏതാനും കുട്ടികൾ ഇവിടെ മുമ്പിലിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. എന്നാൽ എൻ്റെ വിചാരം ഇതിൽ കൂടുതൽ കുട്ടികൾ ഈ ഇടവയിലുണ്ട് എന്നതാണ്. എൻ്റെ കുട്ടികളെ ഇന്ന് കൊണ്ടുവരാത്തതായിട്ടുള്ള മാതാപിതാക്കളോട് പറയട്ടെ, ദൈവം ദാനമായി നൽകിയതായിട്ടുള്ള മക്കളെ ദൈവസന്നിധിയിൽ കൊണ്ടുവരണം. അവരെ ദൈവഭയത്തിലും ആരാധനയിലും തിരുവചന പഠനത്തിലും വളർത്തിക്കൊണ്ടുവരേണ്ടതായിട്ടുള്ള ആത്മീയ ചുമതല ഒരു വിശ്വാസ സമൂഹത്തിന് തന്നെ നൽകപ്പെട്ടിരിക്കുകയാണ്. So it's a corporate responsibility of each one of us. It's a corporate responsibility. മാതാപിതാക്കളുടെ ചുമതലകൾ മാത്രമല്ല, അങ്ങനെയാണ് നാം കരുതുന്നത്. അല്ല, ഒരിക്കലും മാമോദിസ തൊട്ടിയിൽ സ്നാനമേറ്റതായുള്ള പൈതലിനെ മാതാവിൻ്റെ കയ്യിലേക്കോ പിതാവിൻ്റെ കയ്യിലേക്കോ നൽകുകയില്ല. അത് നൽകുന്നത് ജ്ഞാനപിതാവിൻ്റെയോ ജ്ഞാനമാതാവിൻ്റെയോ കരുത്തിലേക്കാണ്. ഗോഡ് ഫാദർ, ഗോഡ് മദർ വിശ്വാസ സമൂഹത്തെ പ്രതിനിധീകരിക്കുന്നതായിട്ടുള്ള പ്രതിനിധികളാണ്. അതുകൊണ്ട് സാത്താനെ ഉപേക്ഷിക്കുന്നു, യേശു മിശിഹായിൽ വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറയുന്ന വിശ്വാസത്തിൽ എല്ലാ പൈതങ്ങളെയും വളർത്തിക്കൊണ്ടുവരുവാനായിട്ടുള്ള ഉത്തരവാദിത്വം നാം ഏറ്റെടുത്താണ് നമ്മളുടെ ദേവാലയങ്ങളിൽ മാമോദിസ ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്നത്. ശിശുസ്നാനത്തിൻ്റെ പ്രസക്തിയും അവിടെയാണ് കാണാനായിട്ടിടയാവുന്നത്. It's a corporate responsibility that we need to carry out. കുഞ്ഞുങ്ങളെ ദേവാലയത്തിൽ നിന്നും ആരാധനയിൽ നിന്ന് അകറ്റി നിർത്തിക്കൊണ്ടല്ല, അവരെ ആരാധനയുടെ ഭാഗമായിട്ട് കണ്ടുകൊണ്ടും അവരെ ദേവാലയത്തിൽ കൂട്ടിക്കൊണ്ട് വന്നുകൊണ്ടുമാണ്. പിന്നെ 3-ാമത്തെ സ്തോത്ര പ്രാർത്ഥനയുടെ അവസരത്തിൽ കുറച്ച് കുഞ്ഞുങ്ങൾ വന്ന് മുട്ടുകുത്തുന്നത് ഞാൻ കാണുകയുണ്ടായി. എൻ്റെ വിചാരം എല്ലാ കുട്ടികളും എല്ലാ ഞായറാഴ്ചയും മുമ്പിൽ വന്ന് മുട്ടുകുത്തുന്നതിനായിട്ടുള്ള സ്വാതന്ത്ര്യം ഇടവകയായിട്ട് നൽകണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു രീതി ഉടലെടുക്കണം.
അങ്ങനെ മാത്രമേ അവർക്ക് ഇവിടെ ഒരു ഇടമുണ്ട് എന്നത് അവർക്ക് ബോധ്യമാകുകയുള്ളൂ. അവരെ അംഗീകരിക്കുന്നു എന്നുള്ളതായുള്ള ബോധ്യത്തിൽ അവർക്ക് വളർന്നു വരുവാനായിട്ടും സാധിക്കുകയുള്ളൂ. കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമായുള്ള പ്രാദേശിക ഇടവേല നിർവഹിക്കേണ്ടതാണ് എന്നത് ഓർമ്മപ്പെടുത്തുന്നതിനായിട്ടാണ് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത്. നാം പറയുന്നതായിട്ടുള്ള വിശ്വാസത്തിൻ്റെ വാക്കുകൾ സാത്താനെ ഉപേക്ഷിക്കുന്നു, യേശു മെസ്സിയായിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഒരിക്കൽ മാത്രം പറയേണ്ടതായിട്ടുള്ള വാക്കുകളല്ല. ജീവിതത്തിലുടനീളം ഓർത്തിരിക്കേണ്ടതും ജീവിതത്തിലുടനീളം ആ വിശ്വാസത്തിൽ വളർന്നു വരേണ്ടതും അതെന്നും കാണപ്പെടുന്ന ഒരു റിയാലിറ്റി ആയിട്ടും കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നതായിട്ടുള്ള ഒരു ജീവിത അനുഭവമായിട്ടും തീരേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളിൽ പ്രായഭേദം കൂടാതെ എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. വി ആർ ഓൾ കോൾഡ് ആൻഡ് സെപ്പറേറ്റഡ്. വിളിച്ച് വേർതിരിച്ചതായുള്ളൊരു സമൂഹമാണ്. വിളിച്ച് വേർതിരിക്കപ്പെട്ടതായുള്ള സമൂഹത്തിന് ഈ ലോകത്തിൽ നിറവേറ്റേണ്ടതായുള്ളൊരു ദൗത്യമുണ്ട്. ആ ദൗത്യമാണ് പൈശാചികമായുള്ള സകലത്തെയും ഞാൻ ഉപേക്ഷിച്ച് ദൈവികമായിട്ടുള്ളതിനെ ഞാൻ ഉൾക്കൊണ്ട് ദൈവത്തോടൊന്നിച്ച് ജീവിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് സാത്താനെ അപേക്ഷിച്ച് യേശു മിശിഹായുള്ള വിശ്വാസത്തിൽ വേരൂന്നി ദൈവിക മന്ദിരമായി വളർന്നു വരുവാനായിട്ടൊരു ദൗത്യം ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരിക്കലും മറക്കുന്നതിനിടയാവരുത്. ഈ കുഞ്ഞുങ്ങളെയൊക്കെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നതായുള്ള അവസരത്തിൽ എങ്ങനെയാണ് ഈ സാത്താനെക്കുറിച്ചും പൈശാചികമായുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നത് എന്നത് എനിക്കറിയാനായിട്ട് പാടില്ല. എന്നാൽ കുഞ്ഞുങ്ങൾക്ക് പിശാചിനെക്കുറിച്ചുള്ള ഒരു ചിന്തയല്ല പ്രായപൂർത്തിയായതായിട്ടുള്ള ആളുകൾക്കുണ്ടാവേണ്ടത്. That which is evil, and I shun all the evil practices of human life. ഇതാണ് പറയാൻ നമുക്ക് സാധിക്കുന്നത്. പൈശാചികമായുള്ള എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും ഞാൻ മാറി നിൽക്കും. ഇന്ന് ലോകശ്രദ്ധയെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നതായുള്ളൊരു കേസാണ് നിമിഷ പ്രിയയെക്കുറിച്ചുള്ള കേസ്. യമനിൽ ജോലിക്കായിട്ട് പോയതായുള്ള വ്യക്തിയാണ്. തനിക്കും തൻ്റെ കുടുംബത്തിനും ഒരു നല്ല ഭാവി കണ്ട് യാത്ര ചെയ്ത് അവിടേക്ക് പോയതാണ്. എനിക്ക് മുഴുവൻ അറിയാനായിട്ട് പാടില്ല. എന്നാൽ അവളുടെ തൊഴിൽ ദാതാവും തൊഴിൽ പങ്കാളിയുമായിട്ടുള്ള ആൾ അവളെ ഹരാസ് ചെയ്ത് കാണാം, ദുരുപയോഗപ്പെടുത്തുവാനായിട്ട് ശ്രമിച്ചു കാണും, മറ്റുള്ളവരോട് ചേർന്ന് വിഷമിപ്പിച്ചിട്ടുള്ള സാഹചര്യങ്ങൾ കാണും. എന്താണേലും അവിടെയുള്ളതായുള്ള യമനിലെ ഒരു മനുഷ്യനെ തലാൽ അബ്ദോ മഹദി എന്ന് പറയുന്നതായുള്ള മനുഷ്യൻ കൊല്ലപ്പെടുന്നതിനായിട്ട് ഇടയായിട്ട് തോന്നുന്നു. ആ നാട്ടിലെ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നതായിട്ടുള്ള നിമിഷ പ്രിയ ജയിലിലാണ്. അവളെ അതിൽ നിന്ന് മോചിപ്പിക്കുവാനായിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, മനുഷ്യത്വം എന്ന് പറയുന്നത് എല്ലാ വിഭാഗീയ ചിന്തകൾക്കും അതീതമാണ്. മനുഷ്യത്വം എന്ന് പറയുന്നത്, ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത്. ജീവിക്കുന്നതിനായിട്ടുള്ള ഒരു അടിസ്ഥാനപരമായുള്ള അവകാശം തനിക്ക് ലഭിക്കണമെന്നതാണ് നിമിഷപ്രിയ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതായുള്ള കാര്യം. മോചനദ്രവ്യം നൽകുക എന്നതാണ് ഇതിനൊരു പരിഹാരം. അത് നൽകുവാനായിട്ട് താല്പര്യപ്പെട്ടിരിക്കുന്നതായുള്ള സാഹചര്യത്തിലും ആ ഭവനത്തിലുള്ള മുതിർന്നതായിട്ടുള്ള ആളുകൾ പറയുന്നുണ്ട്, ഞങ്ങൾ അനുവദിക്കുകയില്ല എന്നത്. തെറ്റ് ആർക്കും സംഭവിക്കാം. തെറ്റ് ക്ഷമിച്ചു കൊടുക്കുക എന്നതാണ് ദൈവികമായിട്ടുള്ളത്.
തെറ്റ് ക്ഷമിക്കാതിരിക്കുക എന്നത് പൈശാചികമാണ്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെയും പാപങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നാണ് ദിനംതോറും നാം പ്രാർത്ഥിക്കുന്നതിനായിട്ട് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും ക്രൂരവും നീചവുമായിട്ടുള്ള ക്രൂശ് മരണത്തിനെ കർത്താവിനെ അന്നത്തെ മതപുരോഹിതന്മാരും യഹൂദന്മാരും എല്ലാം വഴിയൊരുക്കിയതായിട്ടുള്ള അവസരത്തിൽ പിതാവേ, ഇവർ ചെയ്യുന്ന ഇന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നാണ് പ്രാർത്ഥിച്ചത്. പിന്നെ ദേവാലയത്തിലായിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ ഒരു കാര്യം ചോദിക്കുന്നതിനായിട്ടുണ്ട്. When was the last time that we forgave any person? എന്നാണ് അവസാനമായിട്ട്, അല്ലെങ്കിൽ ഓർക്കുവാൻ കഴിയുന്ന ഏറ്റവും അടുത്ത സമയത്ത് ഒരാളോട് ക്ഷമ അർഹിക്കാത്തതായിട്ടുള്ള വ്യക്തിയോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുവാൻ കോണം നമ്മുടെ ക്രിസ്തീയത നാം വെളിപ്പെടുത്തിയിട്ടുള്ളത്. ലോകം തരുന്നതായുള്ള പ്രമാണങ്ങൾക്കനുസൃതമായിട്ടല്ല, മനുഷ്യർ പറയുന്നതായുള്ള കാര്യങ്ങൾക്കനുസൃതമായിട്ടുമല്ല, ദൈവികമായിട്ടുള്ളത് എന്താണ് എന്ന് കണ്ടെത്തുവാനാണ് ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടിരിക്കുന്നത്. സാത്താനെ ഉപേക്ഷിക്കുക, മശിഹായിൽ വിശ്വസിക്കുക എന്ന് പറയുന്നതായിട്ടുള്ള അവസരത്തിൽ ഓരോ ദിവസവും ഓരോ നിമിഷവും ജീവിതത്തിൻ്റെ ഓരോ ഏടുകളിലും ഈ യാഥാർത്ഥ്യം നുകർന്ന് അനുഭവിപ്പാൻ കൊണ്ട് നമുക്കിടയായിട്ട് തീരണം എന്നതാണ് നമ്മളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ കാതലായിട്ടുള്ള രഹസ്യം. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്, but that's what we are called for. നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. ഇന്ന് കേരള സംസ്ഥാനത്തിൽ കൂടുതൽ കേൾക്കുവാനായിട്ട് നമുക്ക് കഴിയുന്ന മറ്റൊരു സംഗതിയാണ് ശ്രീ ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള അനുസ്മരണങ്ങൾ. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ഒരിക്കൽ വായിച്ചത്, അദ്ദേഹം എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകും. എന്നാൽ പലപ്പോഴും അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പോലും പലപ്പോഴും ദേവാലയത്തിൻ്റെ പടിയിലിരുന്നു കൊണ്ടാണ് ആരാധനയിൽ സംബന്ധിച്ചുകൊണ്ടിരുന്നത്. എങ്കിലും പോകും. അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊന്നും വിശദമാക്കുന്നതിനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന അവസരത്തിൽ ഇറാഖിലെ തിക്രിത്തിൽ എന്ന് പറയുന്നതായുള്ള സ്ഥലത്ത്, ഇറാഖിലെ ഒരു ഭാഗത്ത് ഏകദേശം 46 നേഴ്സസ് കുടുങ്ങി. അവർക്ക് മോചനം ആവശ്യമാണ് എന്നത് അവരിൽ ഒരാളെ വിളിച്ച് മുഖ്യമന്ത്രിയെ നേരിട്ട് സംസാരിച്ച് പറഞ്ഞു. ഉടനെ തിരുവനന്തപുരത്തായിരുന്ന അദ്ദേഹം നേരെ ഡൽഹിക്ക് പോയി. ഇത് സുഷമ സ്വരാജ് വിചാരിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സുഷമയോട് സംസാരിക്കുന്നതിന്, ഈ കാര്യങ്ങൾക്കൊരു പരിഹാരം കാണുന്നതിനും 4 ദിവസങ്ങളാണ് അദ്ദേഹം അവിടെ ചെലവഴിച്ചത്. അവസാനം ഇവരെ ഉപദ്രവിക്കുന്നതായുള്ള ഭീകരർ പറഞ്ഞു, അവരെ ബസ്സിൽ കയറ്റിക്കൊണ്ട് പോകാമെങ്കിൽ അവർക്ക് രക്ഷപ്പെടാം. അപ്പോൾ അത് ആ പ്രപ്പോസല് ഉമ്മൻചാണ്ടിയുടെ അടുത്ത് കൊണ്ടുവന്നു. രക്ഷപ്പെടുമോ ഇല്ലയോ? 46 നേഴ്സസാണ്. അവരെല്ലാം തങ്ങളുടെ ജീവന് വേണ്ടിയിട്ട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. എൻ്റെ ഉത്തരവാദിത്വം വളരെ വലുതാണ് എന്ന് മനസ്സിലാക്കുന്നതായുള്ള മനുഷ്യൻ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, അദ്ദേഹം 1-2 നിമിഷങ്ങൾ പ്രാർത്ഥിക്കുന്നതിനായിട്ടെടുത്തു. Pray to the Lord, God, what should I do?
അതിനുശേഷം അദ്ദേഹം ചെന്ന് പറഞ്ഞു, നമുക്ക് അത് അനുവദിക്കാം. അങ്ങനെ അനുവദിച്ച് അവരെല്ലാവരും ബസ്സിൽ കയറിയതായിട്ടുള്ള അവസരത്തിൽ അവർ താമസിച്ചിരുന്നതായിട്ടുള്ള ആശുപത്രി കെട്ടിടം മുഴുവൻ നശിച്ചുപോയി. ജസ്റ്റ് എ മൊമെൻറ്റ്. ഡൽഹിയിൽ നിന്ന് മടങ്ങി കൊച്ചിയിലെത്തിയതായിട്ടുള്ള അവസരത്തിൽ രാത്രി 1 മണിയായി. അവിടെ ആലുവയിലെ ഗസ്റ്റ് ഹൗസിൽ താനെ വിശ്രമിക്കുകയാണ്. അപ്പോൾ ഒരു വാർത്ത, ഈ നേഴ്സസിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇവിടെ നയിച്ചതായിട്ടുള്ള എയർ ഇന്ത്യയ്ക്ക് അവിടെ ഇറങ്ങുന്നതിനായിട്ടുള്ള അനുവാദം കൊടുക്കുന്നില്ല. എന്ത് ചെയ്യണം? മടങ്ങിപ്പോരട്ടെ? ദൈവത്തെ ഭയവും ശങ്കയുമുള്ളതായിട്ടുള്ള മനുഷ്യൻ പൊതുപ്രവർത്തകനാണ്, രാഷ്ട്രീയക്കാരനാണ്, മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം രാത്രി 1 മണി കഴിഞ്ഞതായിട്ടുള്ള അവസരത്തിൽ വീണ്ടും സുഷമയെ വിളിച്ചുണർത്തി പറഞ്ഞു, ഇന്നതാണ് കാര്യം. അവർ തമ്മിൽ സംസാരിച്ചു. മോചനദ്രവ്യം കൊടുക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെ കൊടുത്തു, ആര് കൊടുത്തു, എവിടെ കൊടുത്തു, ഇതൊന്നും എനിക്കറിയാനായിട്ട് പാടില്ല. എന്നാൽ ദേ സോർട്ടഡ് ഔട്ട് ദ പ്രോബ്ലം. എയർ ഇന്ത്യ അവിടെ ഇറങ്ങുന്നതിനായിട്ട് അനുവദിച്ചു. ആളുകളെ കയറ്റി. രാവിലെ 6 മണിയോടെ ഇനി മടങ്ങിയെത്തും എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പോയി കാത്തിരിക്കുകയാണ് അവരെ കാണാനായിട്ട്. വന്നില്ല. ഇറ്റ് ടുക്ക് 3 more hours. 9 മണി കഴിഞ്ഞതിന് ശേഷമാണ് അത് ലാൻഡ് ചെയ്തത്. അതുവരെ കാത്തിരുന്നു. അവരെ കൊച്ചിയിൽ ഇറക്കുന്നതിനായിട്ട് സാധിച്ചു എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് അദ്ദേഹം വിശ്രമിക്കുന്നതിനായിട്ട് പോയത്. പ്രിയരെ, നമ്മെ ഓരോരുത്തരെയും ആക്കിയിരിക്കുന്ന രംഗങ്ങളിൽ അനേക ചുമതലകളും ഉത്തരവാദിത്തങ്ങളും നമുക്ക് ഏറ്റെടുത്ത് നിർവഹിക്കാനായിട്ടുണ്ട്. ചെറുതല്ലെങ്കിൽ വലുതല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന്. ചുമതലകളും ഉത്തരവാദിത്തങ്ങളുണ്ട്. ഡിസിഷൻ മേക്കിംഗ് ഇസ് എ വെരി ഡിഫിക്കൽട്ട് പ്രോസസ്സ്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഭവനത്തെക്കുറിച്ച്, നിങ്ങളുടെ പാർട്ട്ണറെക്കുറിച്ച്, നിങ്ങളുടെ മാതാപിതാക്കളെക്കുറിച്ച്, നിങ്ങളുടെ ഭവനത്തെക്കുറിച്ച്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഒക്കെ തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരുമ്പോൾ ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് പ്രോസസ്സ്, ബട്ട് യു മേക്ക് ഇറ്റ്. എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതായിട്ട് നമുക്ക് ദൈവത്തോട് ചേർന്ന് തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് കഴിയുമോ? ഇതാണ് ചോദ്യം. ചുമതലയും ഉത്തരവാദിത്വമുള്ള പദവിയിൽ, പൊസിഷനിൽ, അതോറിറ്റിയിലൊക്കെ ആക്കിയിരിക്കുന്നു എന്നുള്ളതല്ല. ആർ യു ലിവിങ് വിത്ത് ദ ലോർഡ്? ദൈവത്തോട് കൂടെ, ക്രിസ്തുവിനോട് കൂടെ ജീവിക്കുന്നു എന്ന് പറയുന്നതിനായിട്ട് സാധിക്കണം. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ പോലെ എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു എന്ന് പറയുന്നതിനായിട്ട് സാധിക്കണം. ഈസ് ദാറ്റ് പോസിബിൾ? നിക്കോദിമോസിനോട് യേശു സംസാരിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ പുതുതായി ജനിക്കണം എന്നതൊക്കെ അവനോട് പറയുന്നുണ്ട്. അപ്പോൾ നിക്കോദിമോസ് ചോദിക്കുന്നുണ്ട്, എങ്ങനെ ഒരു മനുഷ്യൻ വൃദ്ധനായ ശേഷം വീണ്ടും അമ്മയുടെ ഉദരത്തിൽ കിടന്ന് ജനിക്കുന്നതിനായിട്ട് സാധിക്കുമോ എന്നത്. അപ്പോൾ കർത്താവ് അവനോട് പറയുന്നതായിട്ടുള്ള സംഗതി, നീ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയുകയില്ല. എന്നാ ഇതിൻ്റെ അർത്ഥം? ജലത്താൽ എന്ന് പറയുന്നത് പ്യൂരിഫിക്കേഷനാണ്, നമ്മെ ശുദ്ധീകരിക്കുന്നതായിട്ടൊരു പ്രോസസ്സാണ്. ആത്മാവിനാൽ എന്ന് പറയുന്നത് നമ്മളെ സാങ്ക്ടിഫൈ ചെയ്യുന്നതായുള്ള സംഗതി, വിശുദ്ധീകരിക്കുന്നതായുള്ളൊരു സംഗതിയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 17-ാം അധ്യായത്തിൽ മഹാപുരോഹിത പ്രാർത്ഥന എന്ന് പറയുന്ന രംഗത്ത് കർത്താവെ തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവരും വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു എന്നാണ് പറയുന്നത്. They to be sanctified, I am sanctifying myself. നമ്മളുടെ ജീവിതത്തിൽ പ്യൂരിഫിക്കേഷനും സാങ്ക്ടിഫിക്കേഷനും ആവശ്യമുണ്ട്. എന്ന് പറഞ്ഞാൽ
നമ്മളുടെ ആന്തരികമായിട്ടുള്ള ജീവിതത്തിൻ്റെ ഒരു വിശുദ്ധിയിൽ വളർന്നു വരുവാൻ നമുക്കിടയായിട്ട് തീരണം. അത് നമ്മളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള ഒരു ദൈവികമായിട്ടുള്ള ജീവിതമാണ് എന്ന് ഞാൻ പറയുന്നതിനായിട്ട് സാധിക്കും. വി നീഡ് ടു ബി വെരി കോൺഷ്യസ്. മനഃപൂർവ്വമായിട്ട് ജീവിതത്തിൽ തെറ്റ് വരാതെ, തെറ്റ് പറയാതെ, കളങ്കം വരാതെ എല്ലാം ജീവിതത്തെ സൂക്ഷിക്കുക എന്ന് പറയുന്നത് ആവശ്യമായിരിക്കുന്നതാണ്. എന്നാൽ ദൈവത്തിന് എന്നെക്കുറിച്ചും ഞങ്ങളെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട് എന്ന് മനസ്സിലാക്കി ദൈവം എന്നെ വേർതിരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന സാങ്ക്ടിഫിക്കേഷൻ നമ്മൾ കാണപ്പെടുവാനായിട്ട് സാധിക്കും. കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്നെ തന്നെ ശുദ്ധീകരിക്കുകയാണ്. ദൈവപുത്രനാണ്, ദൈവം തന്നെയാണ് ഈ ലോകത്തിലേക്ക് വന്നതായുള്ള കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, നിങ്ങൾ മനുഷ്യരാണ്, നിങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുന്നവരാണ്, നിങ്ങളെ വിശുദ്ധീകരിക്കേണ്ടത് ആവശ്യമാണ്, സാങ്ക്ടിഫൈ ചെയ്യേണ്ടത് ആവശ്യമാണ്. അതിനുവേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു എന്ന് പറയുകയാണ്. കർത്താവ് നിക്കോദിമോസിനോട് പറയുന്നതല്ല കാര്യം അതിന്, നീ വെള്ളത്താലും സ്നാനത്താലും ജനിക്കുന്നില്ല എങ്കിൽ, നിൻ്റെ ജീവിതത്തിൽ പ്യൂരിഫിക്കേഷനും സാങ്ക്ടിഫിക്കേഷനും ഇല്ല എങ്കിൽ നിനക്ക് ദൈവരാജ്യം അനുഭവിപ്പാൻ കഴിയുകയില്ല എന്നത് സൂചിപ്പിക്കുകയാണ്. ദൈവം ഈ ലോകത്തിൽ നമ്മെ ഓരോരുത്തരെയും ആക്കിയിരിക്കുന്നത് സഹചരായിട്ടുള്ള ആളുകളോട് ഒന്നിച്ച് ജീവിക്കുന്നതിനായിട്ടാണ്. വെറുതെ കൂട്ടുകൂടുക എന്നുള്ള അർത്ഥത്തിലല്ല, പിന്നെയോ എല്ലാവരെയും ദൈവരാജ്യത്തിലേക്ക് നയിക്കുന്നതായുള്ള ശുശ്രൂഷയിലായിരിക്കുന്നതിനായിട്ടാണ്. സഭയെ, ഇടവകയൊക്കെ ആക്കിയിരിക്കുന്നത് ഒരു പ്രദേശത്തുള്ള സമൂഹത്തെ ദൈവമക്കളാക്കി തീർക്കുന്നതിനായിട്ടാണ്, ദൈവരാജ്യത്തിൻ്റെ അവകാശികളാക്കി തീർക്കുന്നതിനായിട്ടാണ്. അവിടെ നമ്മോട് കൂടിയുള്ള ആളുകളെക്കുറിച്ചുള്ളൊരു ബോധവും അവരോടുള്ള പരിചയവും സുഹൃത്ത് ബന്ധവും ഒക്കെ പ്രാധാന്യം അറിയിക്കുന്നതാണ്. വെറുപ്പിൻ്റേതായുള്ള ഈ ലോകത്തിൽ വിവരിക്കുന്നതിനെ ശ്രമിക്കുന്നില്ല. വെറുപ്പിൻ്റേതായുള്ള, വിദ്വേഷത്തിൻ്റേതായുള്ള ഈ ലോകത്തിൽ സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ശൈലി അവലംബിക്കുന്നതിനായിട്ട് നമുക്ക് സാധ്യമായിട്ട് തീരും. വിവാഹ ശുശ്രൂഷയെ ഞാൻ സാധാരണ ഓർപ്പിക്കുന്നതായിട്ട് സംഗതിയുണ്ട്. നിങ്ങൾ ഇന്ന് വിവാഹിതരായിട്ട് തീർന്നിരിക്കുമ്പോൾ നിങ്ങൾ വിശുദ്ധ സഭയിൽ നിന്ന് അല്ലെങ്കിൽ വിശ്വാസികളുടെ സമൂഹത്തിൽ നിന്ന് മാറി ജീവിക്കണമെന്നുള്ളതല്ല. പിന്നെ നിങ്ങൾ ആ വിശുദ്ധ സഭയുടെ കൂട്ടായ്മയിൽ ഭാഗമായി ദൈവസംഘങ്ങൾ ക്രമമായിട്ട് വരികയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. നിങ്ങളുടെ വിശ്വാസം മറ്റുള്ളവർക്കും, മറ്റുള്ളവരുടെ വിശ്വാസം നിങ്ങൾക്കും വിശ്വാസത്തിൻ്റെ ആഴത്തെ കണ്ടെത്തുവാനൊക്കെ സഹായമായിട്ട് തീരണം. ഇവിടെയാണ് ഞാൻ കുഞ്ഞുങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നതായുള്ള പേരൻ്റൽ റെസ്പോൺസിബിലിറ്റി. ഓരോ തലമുറ ദൈവം തമ്പുരാൻ നൽകുന്നതായിട്ടുള്ള അവസരത്തിൽ എത്രയോ ആഗ്രഹിക്കുന്നതാണ്, എത്രയോ പ്രാർത്ഥിക്കുന്നതാണ്, ദൈവം നൽകിയിരിക്കുന്നത് ദൈവത്തിന് ദാനമാണ് എന്നത് നാം മനസ്സിലാക്കുകയും ചെയ്യുന്നതായുള്ള ആളുകളാണ്. എന്നാൽ ഓരോ തലമുറയിലൂടെയും ദൈവത്തെ അറിയുന്ന, ദൈവത്തെ ഭയപ്പെടുന്ന, ദൈവത്തിന് വിധേയപ്പെടുന്ന, അനുസരിക്കുന്ന, ദൈവത്തെ ധ്യാനിക്കുന്ന മക്കളെ വളർത്തിക്കൊണ്ടുവരുവാനായിട്ടുള്ള ചുമതല 1-2 വർഷങ്ങളല്ല, 18 വർഷങ്ങളാണ് ദൈവം നൽകുന്നത്. Are we able to carry out that responsibility? ഒരു സ്കൂളിൽ പഠിക്കുന്നതായുള്ള കുട്ടി അവനിങ്ങനെ ഗ്രാമപ്രദേശത്തൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ ഒരു ചെളിക്കുണ്ടിൽ വീണു. അതെല്ലാം കയറാനായിട്ടൊക്കെ അവൻ ശ്രമിക്കും തോറും ചെളിയിലേക്ക് താണുകൊണ്ടേയിരുന്നു. അപ്പോൾ നിസ്സഹായനായി തീർന്നതായുള്ള കുട്ടി വലിയ വായിൽ നിലവിളിക്കുന്നതിനായിട്ട് തുടങ്ങി, അയ്യോ എന്നെ രക്ഷിക്കണേ. അവിടെ അടുത്ത പാടത്ത് കൃഷി ചെയ്തുകൊണ്ടിരുന്നതായുള്ളൊരു മനുഷ്യന് ഈ ശബ്ദം കേട്ട് ഓടി വന്നു. നോക്കിയപ്പോൾ ഈ ചെളിയിൽ താണുകൊണ്ടിരിക്കുന്ന കുട്ടിയെ കാണാൻ സാധിച്ചു. കണ്ടെത്തുമ്പോൾ അവൻ്റെ കഴുത്തോളം ചെളിയിലായി കഴിഞ്ഞു. അവൻ്റെ കാലിന് സ്വാതന്ത്ര്യം കിട്ടുന്നില്ല, കൈക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നില്ല, രക്ഷപ്പെടുന്നതിനായിട്ട് കഴിയുന്നില്ല. വളരെ നിസ്സഹായനായിട്ട് വീണ് കിടക്കുന്നതായുള്ളൊരു കുട്ടി.
ആ മനുഷ്യൻ ഉടനെ തന്നെ തൻ്റെ കയ്യിലുണ്ടായിരുന്നതായ തൂമ്പായുടെ ആ കൈത്തലം അങ്ങോട്ട് നീട്ടിക്കൊടുത്തു. അതിൽ ആ കുട്ടിക്ക് പിടിക്കാൻ സാധിച്ചെന്ന് മാത്രമല്ല, വളരെയധികം പ്രയാസപ്പെട്ട് ബന്ധപ്പെട്ട് ആ കുഞ്ഞിനെ കരയ്ക്ക് കയറ്റി. അടുത്ത ദിവസം രാവിലെ വീട്ടിൽ ഉണർന്നെഴുന്നേറ്റ അവസരത്തിൽ മുറ്റത്ത് കാറ് കിടക്കുന്നത് കണ്ടു. ആ കാറിൽ നിന്ന് ധനവാനായുള്ളൊരു മനുഷ്യൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇന്നലെ രക്ഷിച്ചതായുള്ള കുട്ടി എൻ്റെ കുട്ടിയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തികമായുള്ള സഹായം ചെയ്ത് തരാനായിട്ട് എനിക്ക് താല്പര്യമുണ്ട്. അപ്പോൾ ഈ കൃഷിവലൻ പറഞ്ഞു, മാനുഷിക പരിഗണനയിൽ ഞാൻ ചെയ്തതായുള്ള ഒരു കാര്യത്തിനും എനിക്ക് പ്രതിഫലം വേണ്ട. എൻ്റെ കുട്ടി എന്നുള്ള നിലയിലാണ് ഞാൻ കുട്ടിയെ രക്ഷിച്ചത്. അത് മാനുഷികമായുള്ളൊരു പരിഗണനയാണ്. അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ കൃഷിക്കാരൻ്റെ മകൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു. അപ്പോൾ ധനവാനായുള്ള മനുഷ്യൻ പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യട്ടെ, നിങ്ങളുടെ ഈ മകനെ ഞാൻ പഠിപ്പിച്ചോളാം. അത് സമ്മതിച്ചു. ഒന്നാന്തരം സ്കൂളിൽ കൊണ്ടുപോയി പഠിപ്പിച്ചു. മുകളിലോട്ട് ഉന്നതമായുള്ള വിദ്യാഭ്യാസം നൽകുന്നതിനായിട്ടൊക്കെ ശ്രമിച്ചു. മിടുക്കനായിരുന്നുകൊണ്ട് അതെല്ലാം പഠിച്ച് മുകളിലേക്ക് കയറി. ആ കുട്ടിയാണ് പിന്നീട് ലോകമറിയുന്നതായിട്ടുള്ള ഫ്ലെമിംഗ് എന്ന് പറയുന്നതായുള്ള മനുഷ്യൻ, ശാസ്ത്രജ്ഞൻ ഉളവാകുന്നതിനിടയായി തീർന്നത്. ഈ ധനവാൻ്റെ മകൻ അവനും പഠിച്ചു, അവനും ഉയർന്നു വന്നു. അവൻ ഗ്രേറ്റ് ബ്രിട്ടൻ്റെ പ്രൈം മിനിസ്റ്ററായിട്ടെത്തുന്നു, വിൻസ്റ്റൺ ചർച്ചിൽ. അലക്സാണ്ടർ ഫ്ലെമിങ്ങും വിൻസ്റ്റൺ ചർച്ചിലും അവരെ മഹാന്മാരാണ് എന്നത് നാം സമ്മതിക്കുന്നുണ്ട്. എന്നാൽ എങ്ങനെയാണ് മഹാന്മാരായിട്ട് തീരുന്നത്? Not by their merit, but by the grace of God. But by the grace of God. ഈ ദൈവത്തിൻ്റെ കൃപയുടെ മുഖാന്തരമായിട്ട് തീരുന്നതിനായിട്ടാണ് ഞാൻ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതാണ് സാക്രമെൻറ്റിൻ്റെ രഹസ്യം തന്നെ. ഓരോ കൂദാശയും അർത്ഥവത്തായിട്ട് തീരുന്നത് ആ കൂദാശയിലൂടെ ദൈവകൃപ അനുഭവിക്കുകയും ദൈവകൃപയുടെ മുഖാന്തരമായി നാം തീരുകയും ചെയ്യുന്നതിലൂടെയാണ്. ഇന്ന് വിശുദ്ധ കുർബാനയിൽ നാം എന്നെ സംബന്ധിക്കുന്നതായുള്ള അവസരത്തിൽ അതൊരു കൂദാശയാണ്. ദൈവകൃപയാണ് അതിന് നമ്മെ യോഗ്യതയുള്ളവരാക്കി തീർക്കുന്നത് എന്ന് നമുക്കറിയാം. ആ കൂദാശയെ സംബന്ധിക്കുന്ന അവസരത്തിൽ ക്രിസ്തുവുമായുള്ളൊരു ആത്മബന്ധത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ക്രിസ്തുവേശുള്ള ഭാവം തന്നെ ഉള്ളവരായി ഈ ലോകത്തിൽ ജീവിക്കുന്നതിനായി, ക്രിസ്തുവേശുള്ള ഭാവം തന്നെ ഉള്ളവരായി ഈ ലോകത്തിൽ ജീവിക്കുന്നതിനായിട്ട്. സുവിശേഷ ഭാഗങ്ങളെല്ലാം തന്നെ ക്രിസ്തു എങ്ങനെയാണ് ഒരു മനുഷ്യനായി മനുഷ്യരുടെ ഇടയിൽ പാർത്തത് എന്നത് വിവരിക്കുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് ഉദാഹരണങ്ങൾ എടുക്കുന്നതിനായിട്ട് ഇപ്പോൾ ശ്രമിക്കുന്നില്ല. എന്നാൽ ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിനുള്ളവരായി, ക്രിസ്തുവിൽ വസിക്കുന്നവരായി, ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുക്കുന്നവരായി തീരുവാനായിട്ട് എന്നെ നിങ്ങളെ ആക്കിയിരിക്കുമ്പോൾ ക്രിസ്തു ചെയ്തതായുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നമുക്കിടയാവണം. ആ ഭാവമുള്ളവരായി തീരുന്നതിനായിട്ടിടയാവണം. എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു എന്ന് പറയുന്നതിനായിട്ടിടയായിട്ട് തീരണം. നീ പുതുതായിട്ട് ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനായിട്ട് സാധിക്കുകയില്ല എന്ന് കർത്താവ് പണ്ഡിതനായിട്ടുള്ള നിക്കോദിമോസിനോട് പറയുകയാണ്. അവന് പാണ്ഡിത്യമുണ്ട്, അവന് സ്ഥാനമുണ്ട്, അവന് മാനമുണ്ട്. അതുകൊണ്ട് വൈകിട്ടൊക്കെയാണ് വരുന്നത്. എന്നാൽ യേശുവിനെ പുകഴ്ത്തുന്നതിനായിട്ട് ശ്രമിക്കുന്ന അവസരത്തിൽ യേശു അവനോട് പറയുന്നത് നല്ലത് തന്നെ, പക്ഷേ ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകണം, എങ്കിൽ മാത്രമേ വിളവുണ്ടാവുകയുള്ളൂ.
ഓരോ മാമോദിസ ശുശ്രൂഷയും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ക്രിസ്തുവിനോടുകൂടെ മരിക്കുകയും ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. To die with Christ and to resurrect with the risen Christ. ആ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയാണ് ജീവിതത്തിൽ അനുഭവിപ്പാൻ കൊണ്ട് നമുക്ക് ഇടയാവേണ്ടത്. വീണ്ടും ജനനം എന്നൊക്കെ നാം പറയുന്നത് അതാണ്. ഹിന്ദുയിസത്തിൽ പറയുന്ന റീബർത്ത് അല്ല, പിന്നെയോ വീണ്ടും ജനനമാണ്. നാം തന്നെ ട്രാൻസ്ഫോംഡ് ആകേണ്ടതായിട്ടുള്ള കാര്യമാണ്. അത് സാധിക്കുന്നത് മുമ്പേ ഞാൻ പറഞ്ഞ പോലെ ജീവിതത്തെ പ്യൂരിഫൈ ചെയ്യുന്നതിലൂടെയും സാങ്ക്ടിഫിക്കേഷൻ നടക്കുന്നതിലൂടെയുമാണ്. കർത്താവേ, അപ്രകാരം നിന്നാൽ വിശുദ്ധീകരിക്കപ്പെട്ട വ്യക്തിയായി, കുടുംബമായി, സമൂഹമായി, ഇടവകയായി ഈ നാളുകളിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം.